ഹിന്ദു ദേശീയ വിരുദ്ധ ശക്തികൾക്കെതിരെ ഹൈന്ദവ സമൂഹം പ്രവർത്തിക്കണം. ഈ രാഷ്ട്രം സാംസ്കാരികമായിട്ട് നിലനിൽക്കുന്നത് 10,000 വർഷത്തെ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ സംസ്കാരത്തെ നിലനിർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം. ചിദാനന്ദപുരി സ്വാമി പറയുന്നത് കേൾക്കുക. ഹിന്ദു വിരുദ്ധത നടപ്പാക്കുന്നവർക്കെതിരെ വോട്ട് ചെയ്യുന്ന തരത്തിൽ ഹൈന്ദവ സമൂഹം ഉയർന്നു വരേണ്ടതുണ്ടെന്ന് കളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി സ്വാമി ചിദാനന്ദപുരി കോഴിക്കോട് നടന്ന ഹൈന്ദവം അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു ശബരിമലയല്ല, ഒന്നൊന്നായി നമ്മുടെ ശ്രദ്ധാകേന്ദ്രങ്ങളെ തകർക്കുന്ന ആഭാസങ്ങള് സർക്കാർ അനുവർത്തിക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്ന മാർക്സിസ്റ്റ് പാർട്ടി, അതിൽ തന്നെ എല്ലാവരെയും ഒരിക്കലും ഞാൻ പറയാനില്ല. മാർക്സിസ്റ്റ് പാർട്ടിയിൽ എത്രയോ യുവാക്കള് നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നവരുണ്ട്. അവരൊക്കെ ഇന്നത്തെ ഈ നീക്കത്തിൽ അമർഷം കൊണ്ടവരാണ്. ലോകം മുഴുവൻ ഹിന്ദു സംസ്കൃതിയെ ഉറ്റുനോക്കുന്ന കാലഘട്ടത്തിൽ ധർമ്മധ്വംസനത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് എല്ലാവർക്കും തുല്യനീതി എന്ന നിലപാട് ഭരിക്കുന്നവർ സ്വീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു മതാചാരത്തെ അല്ലെങ്കിൽ ഒരു ആചാര സംഹിതയെ മാത്രം ചവിട്ടി മതിക്കുന്ന വിഷയത്തിൽ അങ്ങേയറ്റം നിരാശയും അമർഷവും ഉണ്ട്. പല കാരണങ്ങളെ കൊണ്ട് പ്രതികരിക്കാൻ സാധിക്കാത്തവരായി ജനസഹസ്രങ്ങൾ ഇവിടെയുണ്ട്, പ്രത്യേകിച്ച് യുവജനങ്ങൾ. പുൽവാമയിൽ വീരമൃത്യു വരിച്ച ധീരസൈനികർക്കുള്ള തർപ്പണവും സമുദ്രപൂജയും നടത്തിയതോടെയാണ് കോഴിക്കോട് കടപ്പുറത്ത് ഹൈന്ദവം അയ്യപ്പ ഭക്ത സംഗമത്തിന് തുടക്കമായത്. സവർണ ജാതീയതയുടെ ഭാഗമല്ല ഇതെന്ന് വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു പരിപാടിയിലെ പങ്കാളിത്തം. ഉള്ളാടൻ, മലയരയൻ, മലമ്പണ്ടാരം, വേലൻ, നായർ തുടങ്ങി ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ വിഭാഗങ്ങൾ പന്തളം രാജകൊട്ടാര പ്രതിനിധിക്കൊപ്പം വേദി പങ്കിടുകയും ചെയ്തു. പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ഹൈന്ദവ ആശ്രമങ്ങളെയും സാമുദായിക സാംസ്കാരിക സംഘടനകളെയും പ്രതിനിധീകരിച്ച ആയിരങ്ങളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ജനം. ഇനി തൃശ്ശൂരിൽ നിന്ന് ആലപ്പുഴ, കോട്ടയം വരെ ഒരു സംഗമം വേണം. ആദ്യത്തേത് പത്തനംതിട്ട, കൊല്ലം, കോട്ടയം, തിരുവനന്തപുരം. ഇനി വടക്കൻ കേരളവും കഴിഞ്ഞു. ഇനി മധ്യ കേരളം. പ്രണാമം.